ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീ ടൈം ലേൺ. ഞാൻ ആനന്ദ് പോൾ. ആദ്യം തന്നെ നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും 1000 നന്ദി. നമ്മൾ ഇന്ന് പുതിയൊരു സെക്ഷൻ ആരംഭിക്കുകയാണ്. നമ്മൾ സയൻസിൻ്റെ ക്ലാസ്സുകളാണ് ഇന്ന് ആരംഭിക്കുന്നത്. ആദ്യമായി നമ്മൾ ഫിസിക്സിൻ്റെ ക്ലാസ്സാണ് ആരംഭിക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ഫിസിക്സിൻ്റെ ക്ലാസ് എടുക്കുന്നത് അനന്തുവാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഫ്രീ ടൈം ടു ലേണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫിസിക്സിലെ ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും നിരവധി എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പം ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. ഓക്കെ, പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തിൻ്റെ വേഗത അഥവാ വെലോസിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം അഥവാ മീഡിയം ഏതാണെന്ന് ചോദിച്ചാൽ അത് വാക്വമാണ്. ഓക്കെ, അപ്പം പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം അഥവാ മീഡിയം ഏതാണെന്ന് ചോദിച്ചാൽ അത് വാക്വത്തിലാണ്, ശൂന്യതയിലാണ്. അപ്പോൾ അവിടെ ഉള്ളൊരു ക്വസ്റ്റ്യൻ, ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണെന്ന് ഓർത്തിരിക്കണം. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പ്രകാശത്തിൻ്റെ വേഗത എത്രയാണെന്ന് ചോദിക്കും. വായുവിലൂടെ, ശൂന്യതയിലൂടെയുള്ള അല്ലാതെ വാക്വത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ദെൻ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മാധ്യമം ഏതാണെന്ന് ചോദിച്ചാൽ അത് വായുവാണ് അഥവാ എയർ മീഡിയമാണ്. ഓക്കെ, എന്താ പറഞ്ഞത്? പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മാധ്യമം ഏതാണെന്ന് ചോദിച്ചാൽ അത് വായുവാണ് അഥവാ എയർ മീഡിയമാണ്. ദെൻ അടുത്ത ചോദ്യം, പ്രകാശവേഗത അഥവാ വെലോസിറ്റി ഏറ്റവും കുറഞ്ഞ മാധ്യമം അഥവാ മീഡിയം ഏതാണെന്ന് ചോദിച്ചാൽ അത് സോളിഡ് സബ്സ്റ്റൻസുകളിലാണ് അഥവാ ഖരപദാർത്ഥങ്ങളിലാണ് പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറവ്. അഥവാ ഡയമണ്ടിലാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡയമണ്ടാണ്. ഓക്കെ, നമുക്കറിയാം കാർബണിൻ്റെ ഏറ്റവും പ്യുവറസ്റ്റ് ഫോമാണ് അല്ലേ, ശുദ്ധമായ രൂപമാണ് ഡയമണ്ട്. ആ ഡയമണ്ടിലാണ് പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറവ്. ഓക്കെ, അപ്പോൾ നമ്മൾ വേഗത പറഞ്ഞു, വെലോസിറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമ്മൾ അടുത്ത പോകുന്നത് പ്രകാശത്തിൻ്റെ ഡെൻസിറ്റി അഥവാ സാന്ദ്രതയിലേക്കാണ്. ഓക്കെ, അപ്പോൾ പ്രകാശ സാന്ദ്രത നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രകാശത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മീഡിയം അഥവാ മാധ്യമം ഏതാണെന്ന് ചോദിച്ചാൽ അത് സോളിഡ് ആണ് അഥവാ ഖരപദാർത്ഥങ്ങളിലാണ്. അപ്പം പ്രകാശത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം അഥവാ മീഡിയം ഏതാണെന്ന് ചോദിച്ചാൽ അത് സോളിഡ് സബ്സ്റ്റൻസ് അഥവാ ഖരപദാർത്ഥങ്ങളിലാണ്. ദെൻ അടുത്ത അവിടെയുള്ളൊരു ചോദ്യം, പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? അത് വാക്വത്തിലാണ് അഥവാ ശൂന്യതയിലാണ്. അപ്പോൾ നമുക്കിവിടെ ഓർക്കാൻ കഴിയും, പ്രകാശത്തിൻ്റെ വേഗത കൂടിയത് വാക്വത്തിലായിരുന്നു. ദെൻ പ്രകാശത്തിൻ്റെ സാന്ദ്രത കുറവ് വാക്വത്തിലായിരുന്നു. അപ്പോൾ പ്രകാശത്തിൻ്റെ ഡെൻസിറ്റി അഥവാ ഒരു മീഡിയത്തിൻ്റെ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് ആ മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത എന്ത് ചെയ്യുന്നതായിട്ട് കാണാം? കുറയുന്നതായിട്ട് കാണാം. ഓക്കെ, അടുത്തത്, പ്രകാശം എന്ന് പറയുന്നത് എന്ത് തരം തരംഗങ്ങളാണെന്ന് ചോദിച്ചാൽ അവ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്, അല്ലെങ്കിൽ വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് ഉദാഹരണമാണ് പ്രകാശം അഥവാ ലൈറ്റ് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കോമ്പിനേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു വേവ്സ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇനി ലൈറ്റ് എന്ന് പറയുന്നത് എന്ത് തരം തരംഗങ്ങളാണെന്ന് ചോദിച്ചാൽ അവ ട്രാൻസ്വേഴ്സ് വേവ് അഥവാ അനുപ്രസ്ഥ തരംഗങ്ങളാണ്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് അഥവാ അനുപ്രസ്ഥ തരംഗങ്ങളെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം തരംഗങ്ങളെ അല്ലെങ്കിൽ വേവ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ് അഥവാ അനുപ്രസ്ഥ തരംഗങ്ങൾ. ഓക്കെ, എന്താ പറഞ്ഞത്? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ദിശയ്ക്ക്, തരംഗം സഞ്ചരിക്കുന്ന ദിശയ്ക്ക് ലംബമായിട്ടാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം തരംഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ് അഥവാ അനുപ്രസ്ഥ തരംഗങ്ങൾ. പ്രകാശം എന്ന് പറയുന്നത് ഒരു അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ്. നിരവധി എക്സാംസിന് ചോദിച്ച ചോദ്യമാണ് പ്രകാശം എന്ത് തരം തരംഗങ്ങളാണ്. അപ്പോൾ അവയെന്ന് പറയുന്നത് അനുപ്രസ്ഥ തരംഗങ്ങളാണ് അഥവാ ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. ഓക്കെ, അടുത്ത നമ്മൾ 3 സയൻറ്റിസ്റ്റിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പ്രകാശവുമായി ബന്ധപ്പെട്ട 3 ആൾക്കാരെ പറയാൻ പോകുന്നു. ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റോമർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ കുറിച്ചാണ്. അപ്പോൾ ആരാണ് റോമർ? പ്രകാശവുമായി ബന്ധപ്പെട്ട് റോമർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിന് എന്താണ് ബന്ധം? ഓക്കെ, പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായിട്ട് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സർ റോമർ. അപ്പം റോമർ എന്താണ്? പ്രകാശവേഗത
ആദ്യമായിട്ട് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് റോമറാണ്. എന്നാൽ അദ്ദേഹം വ്യക്തമായ ഒരു വാല്യൂ ഒന്നും തന്നില്ല. അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ വേഗത ഒരു മീഡിയത്തിലൂടെയുള്ള പ്രകാശ വേഗത എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അദ്ദേഹം അന്ന് എന്ത് ചെയ്തില്ല, പ്രൂവ് ചെയ്തില്ല. എന്നാൽ ആൽബർട്ട് മൈക്കിൾസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് പ്രകാശത്തിൻ്റെ വേഗത കൃത്യമായിട്ട് എന്ത് ചെയ്തത്, കണ്ടുപിടിച്ചത്. അതുകൊണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശ വേഗത വ്യക്തമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ആൽബർട്ട് മൈക്കിൾസൺ ആണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. പ്രകാശ വേഗത ആദ്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റോമർ, പ്രകാശത്തിൻ്റെ വേഗത കൃത്യമായി കണ്ടെത്തിയത് ആൽബർട്ട് മൈക്കിൾസൺ. അടുത്ത നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലിയോൺ ഫൂക്കോൾട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെയാണ്. ഓക്കെ, അപ്പം ലിയോൺ ഫൂക്കോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 3 പോയിന്റുകളാണ് അവിടെ ഉള്ളത്. ഒന്നാമത്തെ പോയിന്റ്, പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമില്ല. അപ്പം പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമില്ല. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, സൂര്യപ്രകാശം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ഇൻ ബിറ്റ്വീൻ ഭൂമിക്കും സൂര്യനും ഇടയ്ക്ക് എന്തില്ല, ഒരു മീഡിയം ഇല്ല അഥവാ മാധ്യമമില്ല. പക്ഷേ ലൈറ്റ് എന്ത് ചെയ്യുന്നു, ട്രാവൽ ചെയ്ത് എർത്ത് അഥവാ ഭൂമിയിലെത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി, പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്തു വേണ്ട, ഒരു മീഡിയം ആവശ്യമില്ല. അപ്പം അത് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ലിയോൺ ഫൂക്കോൾട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് കണ്ടെത്തിയത്. എന്ത് കണ്ടെത്തി, പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം അഥവാ മീഡിയം ആവശ്യമില്ല. ദെൻ അദ്ദേഹം രണ്ടാമത് കണ്ടെത്തിയ ഒരു കേസ് എന്ന് പറയുന്നത്, വ്യത്യസ്ത മാധ്യമങ്ങളിൽ, അതായത് ഓരോ മീഡിയം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, മീഡിയം മാറുന്നതനുസരിച്ച് പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള എല്ലാ വസ്തുക്കളിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്, പ്രകാശം സഞ്ചരിക്കുന്നുണ്ട്. അപ്പം മീഡിയം, സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും ഗ്യാസ് ആയാലും മാധ്യമങ്ങൾ മാറുന്നതനുസരിച്ച് പ്രകാശത്തിൻ്റെ വേഗത എന്തു ചെയ്യുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനും ആരാണ്, ലിയോൺ ഫൂക്കോൾട്ട് ആണ്. ഓക്കെ, തേർഡ് വൺ, അവസാനത്തെ കേസ്, പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ വാക്വത്തിലാണെന്ന് പറഞ്ഞതും ആരാണ്, സർ ലിയോൺ ഫൂക്കോൾട്ട് ആണ്. അപ്പം പ്രകാശ വേഗത ഏറ്റവും കൂടുതൽ എവിടെയാണ്, വാക്വത്തിലാണെന്ന് പറഞ്ഞതും ലിയോൺ ഫൂക്കോൾട്ട് ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്, പ്രകാശത്തിൻ്റെ വേഗത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാക്വത്തിലാണ്. രണ്ടാമത് എയർ അഥവാ വായുവിലാണ്. പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം സോളിഡിൽ എന്തിലാണെന്ന് ചോദിച്ചാൽ ഡയമണ്ടിലാണ്. ദെൻ ഡെൻസിറ്റി അഥവാ സാന്ദ്രത അടുത്ത് പറഞ്ഞു. സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് സോളിഡിലും സാന്ദ്രത ഏറ്റവും കുറവ് വാക്വത്തിലുമാണ്. ദെൻ പ്രകാശം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അതായത് അവയ്ക്ക് സഞ്ചരിക്കാൻ എന്ത് വേണ്ട, ഒരു മാധ്യമം അഥവാ മീഡിയം ആവശ്യമില്ല. ഇനി പ്രകാശം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അടുത്ത് നമ്മൾ പറഞ്ഞത് 3 സയൻറ്റിസ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്തു. ആരാണ് റോമർ? പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ശാസ്ത്രജ്ഞനാണ് റോമർ. എന്നാൽ പ്രകാശ വേഗത കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ആൽബർട്ട് മൈക്കിൾസൺ ആണ്. ലിയോൺ ഫൂക്കോൾട്ട് 3 കാര്യങ്ങൾ പറഞ്ഞു. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. രണ്ടാമത് പറഞ്ഞത്, വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശ വേഗത എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നു. മീഡിയം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, മാധ്യമങ്ങൾ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, പ്രകാശ വേഗത മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അവസാനം അദ്ദേഹം പറഞ്ഞത്, പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ വാക്വം അഥവാ ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയതും ലിയോൺ ഫൂക്കോൾട്ട് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകാശവുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറീസ് അഥവാ സിദ്ധാന്തങ്ങളാണ്. അപ്പം 4 സിദ്ധാന്തങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യത്തെ സിദ്ധാന്തം എന്താണ്? കണികാ സിദ്ധാന്തം. ഓക്കെ, എന്താണ് കണികാ സിദ്ധാന്തം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം പ്രകാശവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സിദ്ധാന്തം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കണികാ സിദ്ധാന്തം അഥവാ കോർപ്പസ്കുലാർ തിയറിയാണ്. അപ്പം പ്രകാശവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സിദ്ധാന്തം അത് കണികാ സിദ്ധാന്തം. ഓക്കെ, ആരാണ് കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? സർ ഐസക് ന്യൂട്ടൺ ആണ് പ്രകാശവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സിദ്ധാന്തമായ കണികാ സിദ്ധാന്തം അവതരിപ്പിച്ചതാരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. ദെൻ അടുത്തൊരു പോയിന്റ്, ഈ കണികാ സിദ്ധാന്തം ന്യൂട്ടൺ അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകത്തിലാണ് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന് പറയുന്ന സർ ഐസക് ന്യൂട്ടൻ്റെ പ്രശസ്തമായ പുസ്തകത്തിലാണ് എന്ത് ചെയ്യുന്നത്, പ്രകാശവുമായി ബന്ധപ്പെട്ട കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഓക്കെ, അന്ന് ന്യൂട്ടൺ പ്രകാശകണികൾക്ക് കൊടുത്തൊരു പേരുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ കോർപ്പസെൽസ് എന്നാണ്. അപ്പോൾ എന്താണ് കോർപ്പസെൽസ്? സർ ഐസക് ന്യൂട്ടൺ പ്രകാശകണികൾക്ക് കൊടുത്ത പേരായിരുന്നു എന്ത്? കോർപ്പസെൽസ്. അപ്പം എന്താണ് കണികാ സിദ്ധാന്തം?
പ്രകാശവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സിദ്ധാന്തം. ആരാണ് കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? സർ ഐസക് ന്യൂട്ടൺ ആണ് കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ദെൻ ഏത് സർ ഐസക് ന്യൂട്ടന്റെ ഏത് പുസ്തകത്തിലാണ് കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചതെന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന് പറയുന്ന സർ ഐസക് ന്യൂട്ടന്റെ പ്രശസ്തമായ പുസ്തകത്തിലാണ് എന്ത് ചെയ്തത്? ഈ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ദെൻ സർ ഐസക് ന്യൂട്ടൺ അന്ന് കണികകൾക്ക് കൊടുത്തൊരു പേരുണ്ട്. പ്രകാശ കണികകൾക്ക് കൊടുത്ത പേരെന്തായിരുന്നു? അത് കോർപ്പസെൽസ് എന്നായിരുന്നു. അപ്പോൾ കണികാ സിദ്ധാന്തം എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ തിയറിയാണ് സിദ്ധാന്തമാണ് തരംഗ സിദ്ധാന്തം അഥവാ വേവ് തിയറി. ഓക്കെ, അപ്പോൾ ആരാണ് വേവ് തിയറി ആവിഷ്കരിച്ചതെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻ ഹൈജീൻസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്, ശാസ്ത്രജ്ഞനാണ് എന്ത് ചെയ്തത്? തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അപ്പോൾ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സർ ക്രിസ്ത്യൻ ഹൈജീൻസ് ആണ്. അതായത് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ശബ്ദമായാലും ലൈറ്റ് ആയാലും, ഇല്ലയോ, സൗണ്ട് ആയാലും ലൈറ്റ് ആയാലും സഞ്ചരിക്കുന്നത് വേവ് രീതിയിലാണ് അഥവാ തരംഗ രീതിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു കൺഫ്യൂസിങ് ഉള്ളത്, പ്രകാശം എന്ന് പറയുന്നത് എന്ത് തരം തരംഗങ്ങളാണ്? അവ അനുപ്രസ്ഥ തരംഗങ്ങളാണ് അഥവാ ട്രാൻസ്വേഴ്സ് വേവും. ശബ്ദം എന്ന് പറയുന്നത് എന്ത് തരം തരംഗങ്ങളാണ്? അനുദൈർഘ്യ തരംഗങ്ങൾ അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സുമാണ്. അപ്പം എന്താണ് അനുപ്രസ്ഥ തരംഗങ്ങൾ? അതായത് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് അവയുടെ സഞ്ചാര ദിശയ്ക്ക് ലംബമായിട്ടാണെങ്കിൽ, എന്താ പറഞ്ഞത്? കണികകൾ കമ്പനം ചെയ്യുന്നത് ലംബമായിട്ടാണെങ്കിൽ അത്തരം തരംഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ അഥവാ ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ എന്താണ് അനുദൈർഘ്യ തരംഗങ്ങൾ? അതായത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ, തരംഗം സഞ്ചരിക്കുന്ന ദിശയ്ക്ക് പാരലായിട്ടാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം തരംഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഇതെന്തായിരുന്നു? ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്തവരാണ് സർ ക്രിസ്ത്യൻ ഹൈജീൻസ് ആണ്. അപ്പോൾ വേവ് തിയറി എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത നമ്മൾ തിയറിയിലേക്ക് പോവുകയാണ്. അടുത്ത തിയറിയാണ് ക്വാണ്ടം തിയറി. ഓക്കെ, ആരാണ് ക്വാണ്ടം തിയറി ആവിഷ്കരിച്ചത്? മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ക്വാണ്ടം തിയറി ആദ്യമായിട്ട് ആവിഷ്കരിച്ചത്. ഓക്കെ, അപ്പം 1918 ഭൗതിക ശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടി? നോബൽ സമ്മാനവും കിട്ടി. അപ്പം ക്വാണ്ടം തിയറി ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സർ മാക്സ് പ്ലാങ്ക് ആണ് ക്വാണ്ടം തിയറി ആവിഷ്കരിച്ചത്. മാക്സ് പ്ലാങ്കിന് ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയ വർഷമാണ് 1918. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഭൗതിക ശാസ്ത്രത്തില് ഫിസിക്സില് ആർക്കാണ് ആദ്യമായിട്ട് നോബൽ സമ്മാനം കിട്ടുന്നത്? അത് സർ വില്യം റോഞ്ചൻ ആണ്. അദ്ദേഹത്തിന്റെ എന്ത് കണ്ടുപിടുത്തമായിരുന്നു? എക്സ്റേയുടെ കണ്ടുപിടുത്തമാണ് എന്ത് ചെയ്തത്? സർ വില്യം റോഞ്ചന് നോബൽ സമ്മാനത്തിന് അർഹനാക്കിയത്. വർഷം ഓർത്തിരിക്കുക, 1901 ഭൗതിക ശാസ്ത്രത്തിന് ആദ്യമായിട്ട് എന്ത് കിട്ടുന്നത്? ഒരു നോബൽ സമ്മാനം കിട്ടുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നു, പ്രകാശത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഫോട്ടോൺസ് ആണ്. പ്രകാശത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് എന്ത്? ഫോട്ടോൺസ്. അപ്പോൾ ആ ഫോട്ടോണിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ക്വാണ്ടം തിയറി. അപ്പോൾ എന്താ ക്വാണ്ടം തിയറി എന്ന് പറഞ്ഞാൽ? സ്റ്റഡി ഓഫ് ഫോട്ടോൺസ്. എന്താണ് ഫോട്ടോൺസ് എന്ന് ചോദിച്ചാൽ പ്രകാശത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് എന്ത്? ഫോട്ടോൺസ്. ഓക്കെ, അടുത്തത് പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്കിയോണുകൾ. എന്താണ്? പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്കിയോണുകൾ. അപ്പോൾ ഈ ടാക്കിയോൺസിനെ കുറിച്ചുള്ള പഠനമാണ് ക്വാണ്ടം ഒപ്റ്റിക്സ്. അപ്പോൾ തിരിഞ്ഞു പോരുത്, ക്വാണ്ടം തിയറി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫോട്ടോൺസ്, ഫോട്ടോണുകളെ കുറിച്ചുള്ള പഠനമാണ് ക്വാണ്ടം തിയറി. എന്നാൽ ക്വാണ്ടം ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ടാക്കിയോണുകളെ കുറിച്ചുള്ള പഠനമാണ് ക്വാണ്ടം ഒപ്റ്റിക്സ്. അപ്പം ആരാണ് ക്വാണ്ടം ഒപ്റ്റിക്സിന്റെ പിതാവ് അല്ലെങ്കിൽ ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ECG സുദർശനാണ് എന്ത് ചെയ്തത്? ടാക്കിയോണുകളെ കണ്ടെത്തിയത്. അതായത് ക്വാണ്ടം ഒപ്റ്റിക്സിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാലും ECG സുദർശനാണ്. ക്വാണ്ടം തിയറി എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത് നമ്മൾ ലാസ്റ്റ് തിയറിയിലേക്ക് പോവുകയാണ്. ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി അഥവാ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം. ഓക്കെ, ഇത് ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പം വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. ദെൻ വൈദ്യുത കാന്തിക മണ്ഡലം എന്ന ഒരു ആശയം ആദ്യമായിട്ട് കണ്ടെത്തിയതും ആരാണ്? മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. മാത്രമല്ല വൈദ്യുത കാന്തിക തരംഗങ്ങളെ കണ്ടെത്തിയതും ആര് തന്നെയാണ്? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. അപ്പം 3 കാര്യങ്ങളാണ് പറഞ്ഞത്.
ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് മാക്സ്വെൽ. വൈദ്യുതകാന്തിക മണ്ഡലം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചതും മാക്സ്വെൽ ആണ്. ദെൻ ലാസ്റ്റ് വൺ, വൈദ്യുതകാന്തിക തരംഗങ്ങൾ കണ്ടെത്തിയതും ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കായ പ്രകാശം അഥവാ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അഥവാ വൈദ്യുതകാന്തിക തരംഗമാണെന്ന് കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. തിരിഞ്ഞു പോകരുത്, പ്രകാശം എന്ന് പറയുന്നത് ഒരു വൈദ്യുതകാന്തിക തരംഗമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? ഹെൻറിച്ച് ഹെഡ്സ്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായും 7 കിരണങ്ങളാണ്, 7 റേസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെയാണ്? ഗാമ റേസ്, എക്സ് റേസ്, അൾട്രാ വയലറ്റ്, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ് ആൻഡ് ലാസ്റ്റ് വൺ റേഡിയോ വേവ്സ്. അപ്പം ഇതൊരു കോഡ് രീതിയിൽ അങ്ങ് പഠിച്ചു വെക്കുക. GXUVIMR. എന്താണ്? GXUVIMR. അതായത് ജി എന്ന് പറഞ്ഞാൽ ഗാമ റേസ്, എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ്, യു എന്താണ്? അൾട്രാ വയലറ്റ്, വി വിസിബിൾ ലൈറ്റ്, ഐ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ്, എം മൈക്രോവേവ്സ്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയോ വേവ്സ്. ഇനി ഇതിനൊരു ഓർഡർ ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഗാമ റേസിൽ നിന്നും റേഡിയോ വേവ്സിലേക്ക് പോകും തോറും അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു, കൂടി വരുന്നു. എന്താ പറഞ്ഞത്? ഗാമ റേസിൽ നിന്നും റേഡിയോ വേവ്സിലേക്ക് പോകും തോറും വേവ് ലെങ്ത് അഥവാ തരംഗത്തിൻ്റെ ദൈർഘ്യം എന്ത് ചെയ്യുന്നു? കൂടുന്നു. എന്നാൽ തിരിച്ച് റേഡിയോ വേവ്സിൽ നിന്നും ഗാമ റേസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി അഥവാ ആവൃത്തി കൂടുന്നതായിട്ട് കാണാം. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഗാമ റേസിൽ നിന്നും റേഡിയോ വേവ്സിലേക്ക് പോയാൽ തരംഗ ദൈർഘ്യം കൂടുന്നു. തിരിച്ച് റേഡിയോ വേവ്സിൽ നിന്നും ഗാമ റേസിലേക്ക് വന്നാൽ ഫ്രീക്വൻസി കൂടുന്നു. എന്നാൽ റേഡിയോ വേവ്സിൽ നിന്നും ഗാമ റേസിലേക്ക് വരുന്തോറും എനർജി എന്ത് ചെയ്യുന്നു? തരംഗത്തിൻ്റെ കൂടുന്നതായിട്ട് കാണാം. അപ്പോൾ അവിടെ ഉള്ളൊരു 3 ചോദ്യമുണ്ട്. വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള കിരണം ഏതാണ്? അത് റേഡിയോ വേവ്സ് ആണ്. അപ്പം വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ള കിരണം ഏതാണ്? അത് റേഡിയോ വേവ്സ്. അപ്പം വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ള കിരണം ഏതാണ്? അത് ഗാമ റേസ് ആണ്. ഓക്കെ, then അടുത്തൊരു ചോദ്യം, ഫ്രീക്വൻസി അഥവാ ആവൃത്തി ഏറ്റവും കൂടുതലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗാമ റേസ് ആണ്. അപ്പോൾ ഗാമ റേസിനാണ് എന്ത് കൂടുതൽ? ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞതാരാ? നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി, റേഡിയോ വേവ്സ്. ദെൻ അടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനർജിയാണ്. അതായത് പഠിച്ചിരിക്കുക, ഫ്രീക്വൻസി കൂടിയ കിരണങ്ങൾക്ക്, ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്ന കൂടുന്ന കിരണങ്ങൾക്കാണ് എന്ത് കൂടുതൽ? എനർജി കൂടുതൽ. അതായത് എനർജി ഏറ്റവും കൂടുതൽ ഗാമ റേസ്, എനർജി ഏറ്റവും കുറവാർക്കാണെന്ന് ചോദിച്ചാൽ അത് റേഡിയോ വേവ്സിനാണ്. അപ്പോൾ ഒന്നുകൂടെ പഠിക്കുക, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ പ്രധാനമായിട്ടും 7 തരംഗങ്ങളുണ്ട്. എന്താണ് അതിൻ്റെ കോഡ്? GXUVIMR. എന്താ ജി എന്ന് പറഞ്ഞാൽ ഗാമ റേസ്, എക്സ് റേസ്, യു അൾട്രാ വയലറ്റ്, വി എന്ന് പറഞ്ഞാൽ എന്താണ്? വി എന്ന് പറഞ്ഞാൽ വിസിബിൾ ലൈറ്റ്, ഐ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ്, എം മൈക്രോവേവ്സ് ആൻഡ് ലാസ്റ്റ് വൺ റേഡിയോ വേവ്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ റേഡിയോ വേവ്സ്, ഏറ്റവും കുറവ് ഗാമ റേസ്. ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഗാമ റേസിനാണ്. ഫ്രീക്വൻസി ഏറ്റവും കുറവ് ആർക്കാണ്? റേഡിയോ വേവ്സിനാണ്. ഒരു കണ്ടീഷൻ ഓർക്കുക, ഫ്രീക്വൻസി കൂടിയ കിരണങ്ങൾക്കായിരിക്കും എന്ത് കൂടുതൽ? എനർജി കൂടുതൽ. അപ്പോൾ പ്രധാനമായിട്ടും 4 തിയറീസ് ആണെന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നന്ദി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പഠിച്ചാണെന്ന് വിശ്വസിക്കുന്നു. അനന്തൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ സയൻസിൻ്റെയും ഫിസിക്സിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. ഞങ്ങളുടെ വീഡിയോകളുടെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നന്ദി.